ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹിമയെ കള്ളിയാക്കാൻ വേണ്ടി നോക്കിയ കുഞ്ഞാറ്റയ്ക്കും സ്വപ്നയ്ക്കും എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ കുഞ്ഞാറ്റ പറയുകയാണ്, മഹിമയുടെ ബാഗൊക്കെ പരിശോധിക്കണം, ഞാൻ തന്നെ പോയി പരിശോധിക്കാം എന്നും പറഞ്ഞ് റൂമൊക്കെ പരിശോധിക്കാൻ കേട്ടോ കുഞ്ഞാറ്റ. എന്നിട്ട് അവിടെ ഒന്നുമില്ല, ഇനി ഈ ബാഗാണുള്ളത് എന്നും പറഞ്ഞ് ഗിരിയും മഞ്ജുവും ഭാനു അമ്മയും സ്വപ്നയും ഒക്കെ നിൽക്കുന്ന അവിടേക്ക് കൊണ്ടുവരികയാണ് കുഞ്ഞാറ്റ. എന്നിട്ട് മഹിമയുടെ ബാഗൊക്കെ പരിശോധിക്കുകയാണ്. പക്ഷേ അതിൽ നിന്നൊന്നും മാല കിട്ടുന്നില്ല. അപ്പോൾ സ്വപ്ന ഇങ്ങനെ നോക്കുന്നുണ്ട്, കുഞ്ഞാറ്റ കണ്ണോട് കാണിക്കുന്നുണ്ട്, ഇതിൽ മാലയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സ്വപ്ന ആകെ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. എൻ്റെ മാല നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റ പറയാണ് ഇതിലില്ല എന്ന് പറയുന്ന സമയത്ത് മഹിമ വീണ്ടും പറയുകയാണ്, അല്ല എന്നെ മാത്രമല്ലല്ലോ ഇവിടെ, ഞാനല്ലല്ലോ താമസിക്കുന്നത്, ഞാൻ മാത്രമല്ലല്ലോ പുറത്തുനിന്ന് വന്നത്, ഇവിടെ കുഞ്ഞാറ്റയും പുറത്തുനിന്ന് വന്നത് തന്നെയല്ലേ, കുഞ്ഞാറ്റ ഒരു അകന്ന ബന്ധുവല്ലേ എന്ന് പറയുമ്പോൾ എന്നെ സംശയിക്കുന്നോ എന്ന് ചോദിച്ച് കുഞ്ഞാറ്റ അങ്ങ് അഭിനയിച്ചുകൊണ്ട് കരയുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റ പറയാണ്, എൻ്റെ ബാഗ് ഇതാ, എൻ്റെ ബാഗ് പരിശോധിച്ചോളൂ എന്നും പറഞ്ഞ് കുഞ്ഞാറ്റ ബാഗുമായിട്ട് വരികയാണ്. അങ്ങനെ ഗിരിയോട് മഹിമ കുഞ്ഞാറ്റയുടെ ബാഗ് ഗിരിയേട്ടൻ പരിശോധിച്ചാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ ഗിരി ആ ബാഗ് പരിശോധിക്കുന്ന സമയത്ത് കുഞ്ഞാറ്റ ചുമരിലേക്ക് ചാരി നിന്നിട്ട് വെറുതെ അങ്ങ് അഭിനയിച്ചുകൊണ്ട് കരയുകയാണ് കേട്ടോ. എന്നെ സംശയിച്ചല്ലോ, ഞാൻ അത്രക്കാരിയല്ല, ഞാൻ ഇവിടെ എത്ര പ്രാവശ്യം വന്ന് നിൽക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് എണ്ണി പെറുക്കുകയാണ്. അങ്ങനെ ഭാനു അമ്മയും സ്വപ്നയൊക്കെ ഇങ്ങനെ ആ ബാഗിലേക്ക് തന്നെ നോക്കി നിൽക്കാൻ കേട്ടോ. അങ്ങനെ ഗിരിക്ക് പെട്ടെന്ന് അതിൽ നിന്നൊരു മാല കിട്ടുമ്പോൾ കുഞ്ഞാറ്റ ഏതാ നോക്ക് എന്ന് പറയുമ്പോൾ, വേണ്ട ഗിരി, എന്നോട് മാപ്പൊന്നും പറയണ്ട എന്ന് പറയാം കേട്ടോ. ഗിരി അങ്ങനെ പറയുമ്പോഴൊന്നും കുഞ്ഞാറ്റ ചുമരിൽ നിന്നും ആ ഒരു ചുമരിലേക്ക് തന്നെ നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇതാ ഇങ്ങോട്ട് നോക്ക് കുഞ്ഞാറ്റെ എന്ന് പറയുന്ന സമയത്ത് മാല കാണുക കേട്ടോ. കുഞ്ഞാറ്റ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മാല കാണുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റ ആകെ ഞെട്ടിപ്പോവുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു, ഞാനല്ലല്ലോ, ഇത് എവിടെ എങ്ങനെ വന്നു എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്ന ഇങ്ങനെ ആകെ എന്ത് ചെയ്യണം, എന്താ ഇനി പറഞ്ഞ് കുഞ്ഞാറ്റ എല്ലാതും വിളിച്ച് പറയുമോ എന്നുള്ള പേടിയിൽ സ്വപ്നയും നിൽക്കുകയാണ്. എന്നിട്ട് സ്വപ്നയുടെ അടുത്തേക്ക് കുഞ്ഞാറ്റ ചെന്നിട്ട് പറയണം, മോളെ ഒന്ന് പറ, എന്താ ഉണ്ടായത് എന്നുള്ളത് ഒന്ന് പറ, ഞാനൊന്ന് പറയട്ടെ എന്ന് ചോദിക്കേണ്ട. അപ്പോൾ സ്വകാര്യത്തിലാണ് കുഞ്ഞാറ്റ അത് ചോദിക്കുന്നത്. കുഞ്ഞാറ്റ സത്യം വിളിച്ചു പറയും എന്നുള്ള പേടിയോട് സ്വപ്ന പെട്ടെന്ന് കാല് മാറുകയാണ് കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് പ്രാരാബ്ധമുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ എന്ന് കരുതിയിട്ട് ഈ 2 പവൻ്റെ മാലയൊക്കെ മോഷ്ടിക്കാൻ പാടുണ്ടോ കുഞ്ഞാറ്റെ, എന്നോട് ചോദിച്ചാൽ പോരെ, ഞാൻ സന്തോഷത്തോടു കൂടി കുഞ്ഞാറ്റയ്ക്ക് എൻ്റെ മാല തരുമല്ലോ, എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ സ്വപ്ന പറയട്ടോ. ഇനി ഗിരിയേട്ട ഇതിനെക്കുറിച്ച് ഇവിടെ ഒരു സംസാരം വേണ്ട എന്നും പറഞ്ഞിട്ട് സ്വപ്ന അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ഭാനുമ്മ പറയുന്നുണ്ട്, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നീ ഇനി വന്നു പോവരുത് എന്നും പറഞ്ഞ് ഭാനുമ്മയും പറയാണ്, ഗിരി ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ ഒരു സംസാരം വേണ്ട എന്നും പറഞ്ഞ് ഭാനുമ്മയെ അകത്തേക്ക് പോകാൻ കേട്ടോ. അങ്ങ് കുഞ്ഞാറ്റ വിഷമത്തോടു കൂടി കുഞ്ഞാറ്റയും പോവുകയാണ്. പിന്നീട് മഹിമയും മഞ്ജുവും ഒക്കെ പോവുകയാണ് കേട്ടോ. ഗിരിയൊക്കെ പോവുകയാണ്. അങ്ങനെ മഞ്ജു മഹിമയോട് സംസാരിക്കാണ്, ടെറസിൻ്റെ അവിടെ നിന്ന് സംസാരിക്കാൻ കേട്ടോ. അല്ല എന്തോ ഇതിലൊരു ചതിയുണ്ട്, എന്നെ കൊടുക്കാൻ വേണ്ടി നോക്കിയത് തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ മഹിമ പറയുമ്പോൾ മഞ്ജു പറയാണ്, ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഇനിയും ഉണ്ടാവും മഹിമ, നീ ഒന്ന് ശ്രദ്ധിക്കണം മോളെ, നീ ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചതികൾ വരുന്നത്, അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത്. എന്നിട്ട് ഗിരി പറയുകയാണ്, മോളെ നിനക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യം ഉണ്ടാകുമല്ലേ, നിന്നെ കള്ളിയാക്കാൻ വേണ്ടി നോക്കിയതല്ലേ അവരെല്ലാവരും കൂടി ചേർന്ന് എന്ന് പറയുമ്പോൾ എനിക്കൊരു ദേഷ്യവുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ ചേച്ചിയുടെ കാര്യത്തിലാണ് ആകെ ടെൻഷനുള്ളൂ എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവേണ്ട മോളെ, ചേച്ചിക്ക് ഞാനുണ്ട് എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് നല്ല സന്തോഷമാവാണ്. അങ്ങനെ മഞ്ജു ഗിരിയുടെ മുഖത്തേക്ക് തന്നെ കണ്ണോട് കണ്ണ് നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പോൾ മഹിമയ്ക്ക് മനസ്സിലാവാണ് അവർ 2 പേരും പരസ്പരം അടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ്, പരസ്പരം വിട്ടുപിരിയാനാവാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മഹിമയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ മഹിമ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ വരുന്നു, എനിക്കൊരു ചെറിയ പണിയുണ്ട് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് മഹിമ പോവുകയാണ് കേട്ടോ. പിന്നീട് മഹിമ നേരെ ചെല്ലുന്നത് സ്വപ്നയും കുഞ്ഞാറ്റയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവിടേക്കാണ്. അങ്ങനെ സ്വപ്നയും കുഞ്ഞാറ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്വപ്നയോട് പറയണേ, ഞാനല്ല മോളെ, ഞാൻ ആ ബാഗിൽ അത് വെച്ചിട്ടില്ല, ഇതെങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മഹിമയുടെ ബാഗിൽ തന്നെയാണ് മാല കൊണ്ടുപോയി വെച്ചത്, പിന്നെ എങ്ങനെയാണ് എൻ്റെ ബാഗിൽ വന്നത് എന്ന് എനിക്കറിയില്ല മോളെ എന്ന് പറയുമ്പോൾ എനിക്കതത്ര വിശ്വാസമില്ല കുഞ്ഞാറ്റെ എന്ന് സ്വപ്ന പറയട്ടോ. അല്ല കുഞ്ഞാറ്റയ്ക്ക് നല്ല പ്രാരാബ്ധവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് വല്ല അബദ്ധവും പറ്റിച്ചോ എന്ന് ചോദിക്കും. നീ എന്താ മോളെ അങ്ങനെ പറയുന്നത്, ഞാൻ എല്ലാത്തിനും നിൻ്റെ കൂടെ ഉണ്ടായിട്ട് പിന്നെ ഞാൻ ആ മാല എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്, നീ എന്താ മോളെ നീ എന്നെ വിശ്വസിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞാറ്റ ചോദിക്കുമ്പോൾ സ്വപ്ന പറയുകയാണ്, പിന്നെ ആരാണ് കുഞ്ഞാറ്റയുടെ ബാഗിൽ ആ മാല
കൊണ്ടുപോയി വെച്ചത്? എനിക്കത് അറിയണം എന്ന് പറയണേ. അപ്പോഴത്തേക്കും മഹിമ അവിടേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് മഹിമ പറയണേ, എന്നാൽ ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ മഹിമ പറയുകയാണ്, കുഞ്ഞാറ്റ എൻ്റെ ബാഗിൽ, എൻ്റെ റൂമിൽ വന്ന് എൻ്റെ ബാഗിലേക്ക് മാല വെക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് കുഞ്ഞാറ്റയ്ക്കിട്ടൊരു പണി കൊടുത്തത് എന്ന് പറയട്ടോ. അങ്ങനെ എല്ലാ കാര്യവും വിശദമായിട്ട് തന്നെ മഹിമ പറയുകയാണ്. മഹിമ അവിടേക്ക് വരുന്ന സമയത്ത് കുഞ്ഞാറ്റ പാത്തും പതുങ്ങിയും എൻ്റെ റൂമിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് എൻ്റെ ബാഗ് എടുത്ത് എൻ്റെ ബാഗിലേക്ക് ആ മാല വെക്കുന്നതെല്ലാം തന്നെ ഞാൻ കണ്ടു. പിന്നീട് കുഞ്ഞാറ്റ റൂമിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ അവിടെ സൈഡിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. എന്നിട്ട് ആ മാല എടുത്ത് നേരെ കുഞ്ഞാറ്റയുടെ റൂമിൽ പോയി കുഞ്ഞാറ്റയുടെ ബാഗിൽ ഞാനാണ് വെച്ചത് എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട്, കുഞ്ഞാറ്റ നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കളിയാക്കാൻ നോക്കുന്നോടി എന്ന് ചോദിക്കുമ്പോൾ, അല്ല തിരിച്ചു ഞാനൊന്ന് ചോദിച്ചോട്ടെ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നിങ്ങൾ കളിയാക്കാൻ വേണ്ടി നോക്കിയില്ലേ, അത് പിന്നെ ഒരു പ്രശ്നവുമില്ലേ എന്നങ്ങ് ചോദിക്കാനുണ്ടോ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്കും സ്വപ്നയ്ക്കും ഉത്തരം മുട്ടിപ്പോവുകയാണ്. നിങ്ങൾക്ക് എന്നോട് തീർത്താ തീരാത്ത പക തോന്നാൻ ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോൾ സ്വപ്ന പറയണേ, നീയും നിന്റെ ചേച്ചിയും ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അത് തന്നെ കാരണം. നിന്റെ ചേച്ചിയെ എന്ത് ചെയ്താലും ഒരു പ്രതികരണവും കിട്ടില്ല. പക്ഷെ നിന്നെ തൊട്ടാൽ നിന്റെ ചേച്ചി പ്രതികരിക്കും. അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഓരോന്ന് ചെയ്തുകൊണ്ടേ. ചേച്ചിയും അനിയത്തിയും ഒന്ന് സൂക്ഷിച്ചിരുന്നോ എന്ന് സ്വപ്ന പറയുമ്പോൾ മഹിമ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എന്താ വെല്ലുവിളിയാണോ എന്ന് ചോദിക്കുമ്പോൾ, നിന്നെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങൾ അറിയുന്നവരെ വെറുതെ വെല്ലുവിളിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ, എന്നെക്കുറിച്ച് എന്ത് രഹസ്യമാണ് നിനക്ക് അറിയാവുന്നത് എന്ന് പറയുമ്പോൾ, അല്ല മുകുന്ദൻ വക്കീൽ ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ, അത് നീ കാരണമാണെന്നുള്ളത് എനിക്കറിയാം. നീയാണ് മുകുന്ദൻ വക്കീലിനെ സ്നേഹിച്ച് തേച്ചിട്ട് പോയവളാണെന്നും എനിക്കറിയാം. അത് ഗിരിയേട്ടനും ഈ വീട്ടിലുള്ളവർക്കോ അറിയാം. അങ്ങനെ നിന്നെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സ്വപ്നം ഒന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ്. കുഞ്ഞാറ്റയും ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് എന്നോട് കളിക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ച് കളിച്ചേക്ക്. ഈ സത്യങ്ങളെല്ലാം ഞാൻ ഗിരിയേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്താണെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ സ്വപ്ന ആകെ ഒന്ന് പേടിച്ച് പോവുകയാണ്. എന്നിട്ട് മഹിമ ഒന്ന് വെല്ലുവിളിച്ച പോലെയാണ് കേട്ടോ, സ്വപ്നയെ വെല്ലുവിളിച്ച പോലെയാണ് അവിടെ നിന്ന് പോകുന്നത്. മഹിമ പോയി കഴിഞ്ഞ ശേഷം സ്വപ്നയും കുഞ്ഞാറ്റയും ആകെ പേടിച്ച് വെറുങ്ങലിച്ച് നിൽക്കാണ്ടോ. ഇനി എല്ലാ സത്യവും ഇവളെങ്ങാനും ഗിരിയേട്ടനോട് പറയുമോ എന്നുള്ള പേടിയിൽ നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മഹിമ ആ വീട് വിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ. ചേച്ചിക്ക് ഇനി ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള തീരുമാനത്തിലായിരിക്കും മഹിമ ആ വീട് വിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുന്നത്. അങ്ങനെ മഹിമ എല്ലാവരോടും കാര്യം പറയുകയാണ്. ഭാനു അമ്മയും കുഞ്ഞാറ്റയും സ്വപ്നയും ഗിരിയും മഞ്ജുവും ഒക്കെ നിൽക്കുന്ന സമയത്ത് പറയുന്നത്, എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ വീട് വിട്ടു പോവുകയാണ്. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നില്ല എന്ന് എനിക്കറിയാം. എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട് വിട്ടു പോകുന്നത്. എൻ്റെ ചേച്ചി ഇവിടെ ഒരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയട്ടോ. ഞാൻ കാരണം എൻ്റെ ചേച്ചി ബുദ്ധിമുട്ടുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോവുകയാണ് എന്ന് പറയാണ്. അപ്പോൾ മഞ്ജുവിന് അത് വിഷമാവുകയാണ്. അപ്പോൾ മഞ്ജു പറയുന്നത്, മോളെ നീ എവിടേക്കാണ് പോവാൻ വേണ്ടി ഒരുങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചേച്ചി. എന്തായാലും സേഫായ ഒരു സ്ഥലത്തേക്ക് തന്നെയല്ലേ ഞാൻ മാറുകയുള്ളൂ എന്നൊക്കെ മഞ്ജുവിനോട് പറയുകയാണ്. അങ്ങനെ മഹിമ വീട് വിട്ട് പോവാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് മുകുന്ദൻ വക്കീൽ വരുന്നത്. അങ്ങനെ വക്കീലിന് മനസ്സിലാവാണ് മഹിമ വീട് വിട്ട് ഇറങ്ങുകയാണെന്നുള്ളത്. അങ്ങനെ വക്കീലിൻ്റെ വീട്ടിലേക്ക് മഹിമയെ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ മഹിമയുടെ ബാഗ് വക്കീൽ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് വക്കീൽ പറയണേ, നീ വേറെ എവിടെയും പോയി താമസിക്കേണ്ട, എനിക്ക് ഒരു വീടുണ്ട്, ആ വീട്ടിൽ വന്ന് നീ താമസിച്ചോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മഹിമയും കൂട്ടിയിട്ട് മുകുന്ദൻ അവിടെ നിന്ന് പോകുന്നത്. അത് കാണുമ്പോൾ സ്വപ്നയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. സ്വപ്നയ്ക്ക് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മഹിമയും വക്കീലും ഉറപ്പായും ഒന്നാകും, അവർ ഒന്നിക്കുക തന്നെ ചെയ്യണം, അത് ഇല്ലാതാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കളികൾ ഇനി കളിക്കണം എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ സ്വപ്നയുടെ മനസ്സിൽ. പക്ഷേ മഹിമയും മുകുന്ദനും വൈകാതെ തന്നെ അവർ ഒന്നാവുക തന്നെ ചെയ്യും. അവരായിരിക്കും കേട്ടോ ഇനി വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നത്. മഹിമയെ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും ഗൗരിയമ്മയ്ക്ക്. അങ്ങനെ ഗൗരിയമ്മ മുകുന്ദനോട് പറയും, നീ മഹിമയെ കല്യാണം കഴിക്കണം എന്ന്. അപ്പോൾ ഗൗരിയമ്മ ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, ആ പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് മഹിമയോട് മുകുന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടാവും. മഹിമ വീട് വിട്ടു പോകുന്നത് കൊണ്ട് മഞ്ജുവിന് നല്ല വിഷമമുണ്ട് കേട്ടോ. മഹിമ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് തന്നെ ഒരു താങ്ങും തണലുമായിട്ട് മഹിമ ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലുള്ളവർ ഓരോ കുത്തുവാക്കുകൾ പറയുമ്പോഴും മഹിമ ഉള്ളത് കൊണ്ട് മഞ്ജുവിന് അതൊരു ആശ്വാസം തന്നെ ആയിരുന്നു.